കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമി മുറിച്ചു മാറ്റിയ സെല്ലിന്റെ ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. സെല്ലിലെ താഴെയുള്ള 2 കമ്പികൾ അറുത്തുമാറ്റിയ നിലയിലാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോവിന്ദച്ചാമി ആ അഴികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് രക്ഷപ്പെട്ടത്. നിഖിൽ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഏതായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൂർച്ചയേറിയ ഉപകരണം കൊണ്ട് മുറിച്ചു മാറ്റിയ ആ അഴിയുടെ ദൃശ്യങ്ങൾ. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിഖിൽ? ലക്ഷ്മി, ഏതായാലും ഈ ഭക്ഷണം ക്രമീകരിച്ചുൾപ്പെടെ ഗോവിന്ദച്ചാമി എന്തിന് ശരീരം ഇത്രയും മെലിയുന്ന തരത്തിലേക്ക് പോയി എന്നതിൻ്റെ ഉത്തരം ഈ ചിത്രത്തിലുണ്ട്. കമ്പിയുടെ, അതായത് സെല്ലിൻ്റെ അവസാന ഭാഗത്തുള്ള ഏറ്റവും താഴെ ഭാഗത്തുള്ള കമ്പികളാണ് മുറിച്ച് മാറ്റിയത്. ഏകദേശം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 4 ഇടങ്ങളിൽ കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, ഈ നൂല് കൊണ്ട് ഇവരുടെ ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത് കെട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ കെട്ടിവെച്ച ആ ചിത്രങ്ങൾ കൂടി നമുക്ക് കാണാം. അവിടെ ഈ 4 ഇടത്ത് മുറിച്ചതായാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുറിച്ച് ഏറ്റവും താഴെ ഭാഗത്തെ ആ കമ്പികൾ മുറിച്ച് മാറ്റുകയാണ്. പക്ഷേ ഇങ്ങനെ ഇത് മുറിച്ച് മാറ്റുമ്പോൾ പോലും ജയിലിൽ ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ മുകളിലത്തെ കമ്പിയോട് അത് ചേർത്ത് കെട്ടിവെക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇളകി മാറുന്നത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടുമായിരുന്നില്ല. അങ്ങനെയാണ് അത് മുറിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഈ ജയിലിലെ ഈ സെല്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുകളിലേക്കുള്ള, അതായത് ഈ മുറിച്ച് മാറ്റിയതിന് തൊട്ട് മുകളിലുള്ള 2ാമത്തെ ആ കമ്പി, വിലങ്ങനെ വെച്ചിരിക്കുന്ന കമ്പി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെയൊക്കെ ഈ തുരുമ്പെടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഈ സെല്ലിൻ്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ കമ്പികളിൽ തന്നെ നമുക്ക് ആ തുരുമ്പിൻ്റെ അംശമൊക്കെ ചിത്രത്തിൽ കാണാം, വ്യക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ മുറിച്ച് മാറ്റിയ കമ്പിയും അതിൻ്റെ 2 വശങ്ങളിലും ജോയിൻ്റ് ചെയ്യപ്പെട്ടിരുന്ന ഭാഗത്തിൻ്റെ ആ ഭാഗം നോക്കിയാൽ കൂടിയും അങ്ങനെ നേരത്തെ തന്നെ ഒരു ദ്രവിച്ചിരുന്ന രൂപം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ഗോവിന്ദച്ചാമി ഈ മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതിനുള്ളിലൂടെയാണ് പുറത്തേക്ക് കടന്നത്. അതിനുശേഷം വീണ്ടും പഴയ പടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി വേണം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും അയാൾ എന്തിനാണ് അങ്ങനെ മെലിഞ്ഞത് എന്ന് ആ അറുത്തു മാറ്റിയിരിക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. അത്ര ചെറിയ വിടവിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യന് നൂണ്ട് വരാൻ പറ്റുക എന്നുള്ളത് അത്ഭുതം തോന്നുകയാണ് അത് കാണുമ്പോൾ. നിഖിൽ അളവൂറാണ് ആ ദൃശ്യങ്ങളും വാർത്തയും പങ്കുവച്ചത്.